പുകവലി തുടങ്ങുക ഒരു സ്റ്റൈലിന് വേണ്ടിയാണ്. സിനിമയിലെ കഥാപാത്രങ്ങളെയും ചില വീരനായകന്മാരെയും അനുകരിച്ച് പുകവലിച്ചു തുടങ്ങുന്നവരും നമ്മുടെ സമൂഹത്തിൽ ഏറെയാണ്. എന്തിന്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗിൽ നിന്ന് വരെ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നു. പുകയില കമ്പനികളുടെ ഇടപെടലിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം പോലും. അതെ, ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഏകദേശം 120 കോടി ജനങ്ങളാണ് ലോകത്ത് പുകവലിക്കുന്നത്. അതിന്റെ ദൂഷ്യഫലം മൂലം മരിക്കുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. കേരളത്തിലാണെങ്കിൽ ജനസംഖ്യയുടെ 22% ആളുകളും പുകവലിക്കുന്നവരാണ്. അതിൽ 42% പാസീവ് സ്മോക്കേഴ്സും. പുതുതലമുറ പുകവലിയേക്കാൾ മറ്റു പല ലഹരികളിലേക്ക് തിരിഞ്ഞെങ്കിലും ലഹരിയിലേക്കുള്ള ആദ്യ ചവിട്ടുപടി എന്ന നിലയിൽ പുകവലി അന്നും ഇന്നും മുൻപന്തിയിലാണ്. ലോകത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രത്യുൽപാദന ശേഷി കുറയ്ക്കുന്നതിലും പ്രധാന പങ്ക് പുകവലിക്കുണ്ട്. ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നിഖിൽ, പീസ് വാലി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റായി സേവനം അനുഷ്ഠിക്കുന്നു. ഇന്ന് WHO ലോക ടൊബാക്കോ ദിനമായി ആചരിക്കുകയാണ്. ഈ വേളയിൽ ടൊബാക്കോയുടെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് അറിയാത്ത മറ്റു ചില പ്രശ്നങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ടൊബാക്കോ നമ്മളിലേക്കും നമ്മുടെ കുഞ്ഞുമക്കളിലേക്കും എത്തുന്നത് സിഗരറ്റായും ബീഡിയായും ഗുഡ്കയായും കൈനിയായും ഒക്കെയാണ്. ഇതിൻ്റെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ചും സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെക്കുറിച്ചും നമ്മളെല്ലാം ഒരുവിധം ബോധവാന്മാരാണ്. എങ്കിലും നമ്മുടെ യുവതലമുറയ്ക്കും പ്രായമുള്ളവർക്കും ഒരുപോലെ ഇത് ഇന്നും ഒരു വലിയ പ്രശ്നമായി തുടരും. ഒരു പക്ഷേ 10ാം ക്ലാസ്സിലോ +2ലോ തുടങ്ങുന്ന പുകവലി എന്നൊരു ശീലം ഒരു സിനിമാ നടനെയോ അല്ലെങ്കിൽ ഒരു സിനിമയിലൊരു വില്ലനെയോ ഒക്കെ കണ്ട് നമ്മൾ ചുമ്മാ തുടങ്ങുന്ന ഒരു ശീലം കോളേജ് എത്തുമ്പോഴേക്കും അത് നമ്മളെ തന്നെ പൂർണ്ണമായി അകപ്പെടുത്തിയിരിക്കും. 80കളിലും 90കളിലും ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്ന പുകവലി ഇന്ന് ഒരു വലിയൊരു വില്ലനാണെന്ന് നമുക്കെല്ലാവർക്കും നന്നായി തന്നെ അറിയാം. 90കൾക്കൊക്കെ ശേഷം TV-യിലും സിനിമയിലും എല്ലാം പുകവലി അഡ്വർടൈസ്മെന്റുകളെല്ലാം ബാൻഡ് ആയതെല്ലാം ഇതുകൊണ്ടാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവർ അപ്പനായിരിക്കാം, ഒരു അങ്കിളായിരിക്കാം, അല്ലെങ്കിൽ സഹോദരനായിരിക്കാം. പുകവലി ഉള്ളവരാണെങ്കിൽ നമ്മളും വലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവരാ വലിക്കുന്നത് കണ്ട്, പുക വിടുന്നത് കണ്ട് ആ ഗ്ലാമറിൽ ഇംപ്രസ്ഡ് ആയി വലി തുടങ്ങുന്നവർ നിരവധിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ മറ്റ് മാനസിക രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കുടുംബങ്ങളിലും പുകവലിയുടെ സാധ്യത കൂടുതലാണ്. ഇതിൽ നിന്ന് പുറത്തോട്ട് വരാൻ 30കളിലും 40കളിലും ഒരുപാട് കഷ്ടപ്പെടുന്ന നിരവധി പേർ എൻ്റെ OP-യിൽ വരാറുണ്ട്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. എങ്കിലും കുറെ തെറ്റിദ്ധാരണകൾ പലരെയും ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ നിന്ന്, പുകവലി വിമുക്തരാകാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ നിന്ന് ഒരുപാട് പേരെ പുറകോട്ട് വലിക്കുന്നുണ്ട്. ഈ തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. എന്തുകൊണ്ടാണ് പുകവലി കൂടിപ്പോകുന്നത്? നമുക്കൊരു ടെൻഷൻ ഉണ്ടാകുമ്പോഴോ മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ, ബൈപോളർ പോലെയുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടാകുമ്പോഴോ എല്ലാം നമ്മൾ അമിതമായ പുകവലിയിലേക്ക് കൂപ്പുകുത്താനുള്ള സാധ്യത കൂടുതലാണ്. ഈ അമിതമായ പുകവലി ചില മാനസിക രോഗ ലക്ഷണങ്ങളെ താൽക്കാലികമായി കുറയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പുകവലി കൂടാനുള്ള സാധ്യതയും മാനസിക രോഗികളിൽ കൂടുതലാണ്. മാനസിക രോഗങ്ങൾക്ക് ചികിത്സ എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പുകയില ഇല്ലാത്തൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. തൊട്ടു മുൻപേ നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സിഗരറ്റ്, നിക്കോട്ടിൻ, ഖൈനി ഇതെല്ലാം ഒരു ഗേറ്റ് ഓപ്പണർ ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബീഡിയിലോ ഒരു സിഗരറ്റ് കുറ്റിയിലോ തുടങ്ങുന്ന വലി നമ്മളെ പതിയെ പതിയെ കഞ്ചാവിലോട്ടും MDMA-യിലോട്ടും എല്ലാം എത്തിക്കാം എന്നുള്ളതാണ്. ഗേറ്റ് ഓപ്പണർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു വലി നമുക്ക് തടയാൻ പറ്റും, എന്നാൽ ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല.
മറ്റെല്ലാ ഡ്രഗ്സും പതിയെ പതിയെ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പുകവലിയോ പുകയില ഉൽപ്പന്നങ്ങളോ നിങ്ങൾക്കൊരു അഡിക്ഷനായി മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. 1, നിങ്ങൾക്കത് നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? 2, നിങ്ങൾക്കത് പല പല ശാരീരികവും മാനസികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളൊരു നേരിയ സംശയമെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? 3, മറ്റുള്ളവർ ചേട്ടാ നിങ്ങളുടെ പുകവലി കൂടുതലാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടോ? ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പുകയില നിങ്ങൾക്കൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിയണം. 1, അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അതിനൊരു പോംവഴി കണ്ടെത്താനായി നിങ്ങൾ ശ്രമിക്കുകയുള്ളൂ. 2, എന്നാൽ മാത്രമാണ് ആ പോംവഴി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് നിങ്ങൾ അന്വേഷിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ പുകവലി നമുക്കൊരു അഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ ഹാൻഡ്സ് ഉപയോഗം നമുക്കൊരു അഡിക്ഷൻ ആണ്, നമ്മൾ ഒരുപാട് പുകയിലോൽപ്പന്നങ്ങൾ ചവയ്ക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ട്രീറ്റ്മെന്റിലോട്ട് നമുക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഈ മേഖലയിൽ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ നിരവധി പേരുണ്ട് എന്നുള്ളതാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിർത്തുക എന്നുള്ളത് എളുപ്പമാണ് എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. എങ്കിലും അതിന് വ്യക്തമായൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സിഗരറ്റിന്റെ എണ്ണത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത വേണം. നിങ്ങൾ ഓരോ തവണ വലിക്കുമ്പോഴും ഒരു ടാലി മാർക്ക് ഇട്ടുകൊണ്ട് ആ എണ്ണത്തിനെ കുറിച്ചൊരു കൃത്യത നിങ്ങൾ തന്നെ കൈവരിച്ചാൽ അത് എത്രയോ വലിയ പ്രശ്നമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിക്കോട്ടിൻ സംബന്ധമായ ചികിത്സയിൽ നമുക്ക് നിരവധി ഗമ്മുകൾ, ഗുളികകളെല്ലാം അവൈലബിൾ ആണ്. ഇതിനോളം തന്നെ പ്രധാനമാണ് എന്തുകൊണ്ട് നമ്മൾ പുകവലിക്കുന്നു എന്നുള്ള കാരണം കൂടി കണ്ടെത്തി അതുകൂടി ചികിത്സിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മറ്റു മാനസിക രോഗ ലക്ഷണങ്ങളുണ്ടോ? ഉദാഹരണത്തിന് നിരാശയുള്ളവരിൽ പുകവലി പലപ്പോഴും കൂടുതലായി കാണാറുണ്ട്. സ്കിസോഫ്രീനിയ ഉള്ളവരിൽ പുകവലി കൂടുതലായി കാണാറുണ്ട്. മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? ഉത്കണ്ഠയുള്ളവരിൽ പുകവലി കൂടുതലായി കാണാറുണ്ട്. ആ ലക്ഷണങ്ങൾ കൂടി ചികിത്സിക്കപ്പെടേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ ചെന്ന് കാണുമ്പോൾ സൈക്കാട്രിസ്റ്റ് നിങ്ങൾക്ക് നിരവധി ഓപ്ഷനുകൾ തരും. ഇന്ന മാർഗങ്ങളിലൂടെ പോയാൽ പുകവലി നിർത്താൻ സാധിക്കുമെന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മാർഗം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിലർ പറയാറുണ്ട് അവർക്ക് ഗം ഉപയോഗിക്കുമ്പോൾ പുളിച്ചു തേട്ടൽ ഉണ്ടാവും. ചിലർ പറയാറുണ്ട് അവർക്ക് പാച്ച് ഒട്ടിക്കുന്നത് വലിയ പ്രയോജനം ഉണ്ടാവാറില്ല. അപ്പോൾ ഓരോരുത്തർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് സൈക്കാട്രിസ്റ്റിന് കൃത്യമായി അറിയാം. അത് കണ്ടെത്തി കറക്റ്റായ പോംവഴി എടുക്കുക, ഫോളോ അപ്പുകൾ കൃത്യമായിട്ട് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് പുകവലിയിൽ നിന്ന് കൃത്യമായി മാറി നിൽക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഫാർമക്കോളജിക്കൽ അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതി കൂടാതെ നമുക്ക് മറ്റു വഴികളുമുണ്ട്. ഉദാഹരണത്തിന് ജീവിത ശൈലികൾ മാറ്റുക എന്നുള്ളത്. നമുക്കൊരുപാട് ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ആ ടെൻഷൻ റിലീസ് ചെയ്യാൻ മറ്റു പോംവഴികൾ കണ്ടെത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് യുവാക്കളിൽ ഏതെങ്കിലും ഒരു സ്പോർട്സിൽ കൂടുതലായി വ്യാപൃതരാകുന്നത് വളരെ ഉപകരിക്കും. അതുപോലെ തന്നെ പ്രായമുള്ളവരിൽ ഒരു നടത്തം അല്ലെങ്കിൽ ഇടയ്ക്കൊരു യാത്ര പോകുന്നു, ഇതെല്ലാം ടെൻഷൻ റിലീവ് ചെയ്യാനായി ഒരുപാട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നല്ല കൂട്ടുകെട്ടുകൾ. അപ്പോൾ എപ്പോഴും മരുന്ന് മാത്രമാണ് ഇതിൽ ആശ്രയം എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ടതില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു 5 സിഗരറ്റ് അല്ലേ വലിക്കുന്നുള്ളൂ, 10 ബീഡി അല്ലേ വലിക്കുന്നുള്ളൂ, അതുകൊണ്ട് എന്താ ബാക്കിയുള്ളവർക്ക് എന്നുള്ളതാണ്. പക്ഷെ ഈ തെറ്റിദ്ധാരണയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും സഹിക്കുന്നത് അവരുടെ കുടുംബങ്ങളാണ്. അവരുടെ മക്കളാണ് പാസീവ് സ്മോക്കേഴ്സായി മാറുന്നത്. ഇതുകൊണ്ടുള്ള ലങ് ക്യാൻസർ മുതലായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങൾ കൂടിയായിരിക്കും. അവരിലും നിരവധി ക്യാൻസർ സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ അമിതമായ ദേഷ്യം, കുടുംബ പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പുറത്തുണ്ടാവുന്ന കലഹങ്ങൾ, റോഡ് അപകടങ്ങൾ, ഇതുപോലെ നിരവധി പ്രശ്നങ്ങളാണ് പുകവലി കാരണം കൊണ്ടുണ്ടാവുന്നത്. എന്തിനു പറയുന്നു, മുറുക്കി തുപ്പിയ ബസ് സ്റ്റാൻഡുകൾ ഇന്നും നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയി കാണുന്ന ഒന്നാണ്. ഇതെല്ലാം ഒരു സാമൂഹിക വിപത്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ വരും തലമുറയെങ്കിലും ഇതിൽ നിന്ന് മാറ്റി നിർത്താനും അതുവഴി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഭാരതത്തിന് നമുക്ക് രൂപീകരിക്കാനും സാധിക്കുകയുള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാനൊരു പുകവലിക്കാരനാണ്, ഞാൻ ഇപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് വലിക്കുന്ന എണ്ണം ആദ്യമായി നിങ്ങൾ തിട്ടപ്പെടുത്തു. തൊട്ടടുത്തുള്ള സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് സമീപിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത്, നാളെ ചികിത്സ എടുക്കാം, മറ്റന്ന് എടുക്കാം എന്ന് വിചാരിച്ച് 40കളിലോ 50കളിലോ വലിയൊരു ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമായിട്ടോ അല്ലെങ്കിൽ
ഒരു ക്യാൻസർ ആയിട്ടോ ഒക്കെ ആയിരിക്കും നമ്മുടെ മുൻപിൽ രോഗി എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങളോ നിങ്ങളുടെ ഒരു സഹോദരനോ പുകയില ഉൽപ്പന്നം ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ എടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യവും നിങ്ങളുടെ തലച്ചോറിന്റെ ആരോഗ്യവും നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യവും എല്ലാം നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഇടക്കാലം കൊണ്ട് കുറഞ്ഞു വന്നിരുന്ന മുറുക്കുന്ന രീതിയും ഈ ഹാൻഡ്സ് ഉപയോഗവും എല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ വീണ്ടും തലപൊക്കി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനൊരു പരിധി വരെയെങ്കിലും കാരണം നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികളായി വരുന്നവർ ഒരുപാട് ഇത് ഉപയോഗിക്കുന്നവരാണ് എന്നുള്ളതാണ്. നമ്മൾ അവരുടെ ആ ശീലം മാറ്റിക്കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ അവരുടെ ആ ഒരു മോശം ശീലം നമ്മൾ കൂടി പകർത്തുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളായിരിക്കണം അവർക്കൊരു പ്രോത്സാഹനം നൽകേണ്ടത്. അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏതൊരു ലഹരി ഉപയോഗത്തെ പോലെ തന്നെ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തില് അതിനെക്കുറിച്ചൊരു നാണക്കേട് തോന്നേണ്ട ഒരു കാര്യവുമില്ല. നാണക്കേടുണ്ടെങ്കിൽ നമ്മൾ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. ആക്സെപ്റ്റ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ആ ഒരു ചികിത്സ എടുക്കുകയില്ല. ആരെങ്കിലുമൊക്കെ നമ്മളെ തള്ളിവിട്ട് ചികിത്സ എടുക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മൾ സ്വമേധയാ നമ്മളുടെ ഒരു പ്രശ്നം കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ചികിത്സ എടുക്കുന്നത് തന്നെയാണ്. ഇത് കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ സ്വയം ആദ്യം നിർത്താൻ ശ്രമിക്കുക. സാധിക്കുന്നില്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് തന്നെ ചെല്ലുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിസരത്തോ ഉള്ള ആരെങ്കിലും ഒരുപാട് പുകവലിക്കുന്നവരാണെങ്കിൽ, ഹാൻഡ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരോട് ദയവ് ചെയ്ത് അത് നിർത്താനായി ആവശ്യപ്പെടുക. അവരെ ട്രീറ്റ്മെന്റിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കുക. നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവുമില്ലെന്ന് മാത്രമല്ല, ഒട്ടേറെ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു വസ്തുവാണ് പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും. പലർക്കും ഇതിന്റെ ദോഷവശങ്ങൾ അറിയാമെങ്കിലും അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. പുകയിലയെ പ്രതിരോധിക്കാനുള്ള ഒരു അന്തർനിർമ്മിത ശേഷി പലരുടെയും ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു അസുഖങ്ങൾ അവർക്ക് പുകയില മൂലം ഉണ്ടായേക്കാം. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ആ സിഗരറ്റിന്റെ 70% പുക പോകുന്നത് ശ്വാസകോശത്തിലേക്കാണ്. ഇത് ശ്വാസകോശം വഴി രക്തത്തിൽ കലർന്ന് ഓരോ കോശങ്ങളിലേക്കെത്തി പാർശ്വഫലങ്ങൾ സൃഷ്ടിക്കും. സാധാരണക്കാർ തിരിച്ചറിയാത്ത ഒരു കാര്യം എന്തെന്നാൽ, ഈ 70% പോയിട്ട് ബാക്കിയുള്ള 30% പുകയും പോകുന്നത് വയറിലേക്കാണ്. ഇത് അൾസർ പോലുള്ള രോഗങ്ങൾക്കും കാരണമാണ്. ലോകത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുന്ന പുകവലിയെ പലവിധ മാർഗങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പലപ്പോഴും പുകവലി മൂലം അർബുദം, ഹൃദ്രോഗം, മസ്തിഷ്കാഘാതം എന്നീ രോഗങ്ങൾ പിടിപെടുമ്പോഴാണ് പുകവലിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പലരും തിരിച്ചറിയുന്നത്. അതിനാൽ ഇത്തരത്തിലുള്ള പുകവലിയുടെ അനന്തരഫലങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് സ്വയം പിന്മാറുകയാണെങ്കിൽ സന്തോഷവും ആരോഗ്യവുമാർന്ന കുടുംബജീവിതത്തെ സൃഷ്ടിക്കാം. പുകവലിക്കുന്ന ഓരോരുത്തരെയും ഒരു ഹിറ്റ്ലറായി നമുക്ക് കണക്കാക്കാം. കാരണം അയാൾ അറിഞ്ഞുകൊണ്ട് നിരപരാധികളായ എത്ര പേർക്കാണ് പുകവലി എന്ന വിഷപ്പുകയുടെ ദൂഷ്യഫലം പ്രദാനം ചെയ്യുന്നത്. പുകവലി ഉപേക്ഷിക്കുന്നതിനായുള്ള മാർഗങ്ങൾ ഓരോരുത്തർക്കും പലതരത്തിലാണ്. പ്രയാസകരമാണ്, വിഷമകരമാണ്. പക്ഷേ അന്തിമഫലം സമ്മാനിക്കുക പുതുജീവനാകും.